ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് തകർത്തുകൊണ്ട് മെസ്സി കാൽപന്ത് കളിയുടെ സിംഹാസനം കീഴടക്കിയിരിക്കുകയാണ്. ഓസ്ട്രിയക്കെതിരായുള്ള മത്സരത്തിൽ അർജന്റീന 2-0 ജയിച്ചപ്പോൾ 2 ഗോളുകളും നേടിയത് നായകൻ മെസ്സിയായിരുന്നു. ഇതോടെ ലോകകപ്പിൽ മെസ്സിയുടെ ആകെ ഗോളുകളുടെ എണ്ണം 18 ഉയർന്നു. മത്സരത്തിന് തുടക്കത്തിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി കിക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ പിഴവോടെ റെക്കോർഡ് നേട്ടം വൈകിയതിൽ മെസ്സി ഏറെ നിരാശനായിരുന്നു. മത്സരത്തിന് ശേഷം ഇതിനെക്കുറിച്ച് മെസ്സി തുറന്നു പറഞ്ഞു. പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ നിമിഷത്തിൽ എനിക്ക് എന്നോട് തന്നെ കടുത്ത ദേഷ്യം തോന്നിയിരുന്നു. എന്നാൽ അതിന് പരിഹാരം ചെയ്യാൻ പിന്നീട് എനിക്ക് കഴിഞ്ഞു. റെക്കോർഡുകൾക്കും അപ്പുറം ടീമിന്റെ വിജയത്തിലാണ് ഞാൻ ഏറെ സന്തോഷിക്കുന്നത്. ഈ ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളും കടുത്തതാണ്. ഞാൻ ഈ നിമിഷം എൻ്റെ ടീമംഗങ്ങൾക്കൊപ്പം ആസ്വദിക്കുന്നു. കൃത്യം 20 വർഷങ്ങൾക്ക് മുൻപ് 2006 ജൂൺ 16 തന്റെ 18ാം വയസ്സിൽ സെർബിയക്കെതിരെ മെസ്സി തന്റെ ആദ്യ ലോകകപ്പ് ഗോൾ നേടിയത്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം 6 വ്യത്യസ്ത ലോകകപ്പ് എഡിഷനുകളിൽ കളിക്കുന്ന ലോകത്തിലെ ആദ്യ പുരുഷ താരമെന്ന പദവിയോടെ മെസ്സി ഇന്ന് റെക്കോർഡുകളുടെ നിറകയിലാണ്. 2022 ലോകകപ്പ് മുതൽ തുടർച്ചയായ 6 ലോകകപ്പ് മത്സരങ്ങളിലാണ് മെസ്സി ഇപ്പോൾ ഗോളടിക്കുന്നത്. ഈ 2 ഗോളുകളോടെ അർജന്റീനയ്ക്കായി മെസ്സിയുടെ ആകെ രാജ്യാന്തര ഗോളുകളുടെ എണ്ണം 121 143 ഗോളുകളുള്ള പോർച്ചുഗൽ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമാണ് ഇനി അന്താരാഷ്ട്ര തലത്തിൽ മെസ്സിക്ക് മുന്നിലുള്ളത്. കൂടാതെ തിങ്കളാഴ്ച നേടിയ ഈ വിജയത്തോടെ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിക്കുന്ന പുരുഷ താരം എന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ കരിയറിലെ ആദ്യ ലോകകപ്പ് ഹാട്രിക് നേടിയ മെസ്സി രണ്ടാം മത്സരത്തിൽ ഇരട്ട ഗോളുകളോടെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ നോക്കൌട്ടിലേക്ക് സുരക്ഷിതമായി നയിക്കുകയും ചെയ്തു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.